ഏതു നിമിഷവും ഒരു മഹായുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാവുന്ന കടുത്ത ആശങ്കകൾക്കൊടുവിൽ പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം നെഞ്ചിടിപ്പിലാക്കി യുദ്ധഭീതിക്ക് വിരാമം ഇട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും സന്നദ്ധത പ്രകടിപ്പിച്ചതോടെ മേഖലയിലെ സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനം ഉണ്ടായിരിക്കുകയാണ്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നാളെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർണായകമായ ഔദ്യോഗിക ചർച്ചകൾ നടക്കും. അന്താരാഷ്ട്ര തലത്തിൽ കപ്പൽ ഗതാഗതത്തെയും എണ്ണ വ്യാപാരത്തെയും പ്രതിസന്ധിയിലാക്കിയ ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾക്ക് നാളത്തെ ചർച്ചയിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് അമേരിക്കൻ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ചർച്ചയെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മേഖലയിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ടെങ്കിലും തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളിലും പരമാധികാരത്തിന്മേലും യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഇപ്പോഴുള്ളത്. നാളെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ യുഎസുമായി നിർണായക ചർച്ചകൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായാണ് അമേരിക്കയും അന്താരാഷ്ട്ര സമൂഹത്തെയും ഒരേ സമയം വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. ചർച്ചയുടെ മേശപ്പുറത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ റെഡ് ലൈൻ എന്താണെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. പൂർണ്ണമായ അധികാരം. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും അതിന്റെ പൂർണ്ണമായ നിയന്ത്രണ അധികാരവും ഇറാന് മാത്രമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ആവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ പേര് പറഞ്ഞ് അമേരിക്കയോ മറ്റു പാശ്ചാത്യ ശക്തികളെയോ ഈ മേഖലയിലേക്ക് ഇടപെടാൻ ശ്രമിച്ചാൽ അത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ വാദം. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ പ്രതികരണം അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആ മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. മൂന്നാം കക്ഷികളായ ഒരു രാജ്യവും അതിൽ ഇടപെടേണ്ടതില്ല. തങ്ങളുടെ സുരക്ഷാ മുന്നറിയിപ്പുകൾ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾക്ക് US മുതിർന്നാൽ അതിന് മുൻപത്തേക്കാൾ ശക്തമായ സൈനിക തിരിച്ചടി നൽകാൻ ഇറാൻ ഒട്ടും മടിക്കില്ല. ഖത്തറിന്റെ ചർച്ചകൾ തങ്ങൾക്ക് മേൽക്കോയ്മ നേടാനുള്ള ഇറാന്റെ തന്ത്രപരമായ നീക്കമായാണ് പ്രതിരോധ വിദഗ്ധർ ഈ പ്രസ്താവനയെ വിലയിരുത്തുന്നത്. വെടിനിർത്തലിന് സമ്മതിക്കുമ്പോഴും തങ്ങൾ ദുർബലരല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. ഒരു വശത്ത് ഇറാന്റെ ഈ കടുത്ത ഭീഷണിയും മറുവശത്ത് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തിയാൽ കനത്ത ആക്രമണം പുനരാരംഭിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനവും നിലനിൽക്കുമ്പോൾ നാളത്തെ ഖത്തർ ഉച്ചകോടി കടുത്ത അനിശ്ചിതത്വത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ ഇരുകൂട്ടരെയും ഈ വെടിനിർത്തലിലേക്ക് എത്തിച്ച കഴിഞ്ഞ ദിവസത്തെ പ്രകോപനപരമായ സൈനിക നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. ഹോർമുസ് കടലിടുക്കിന് ചുറ്റും അമേരിക്കയും ഇറാനും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ കടുത്ത സൈനിക ആക്രമണങ്ങൾക്കൊടുവിലാണ് ഖത്തർ ഒടുവിൽ ഈ ചർച്ചകൾക്കുള്ള വഴി തുറന്നത്. ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തിയ പ്രകോപനപരമായ നീക്കങ്ങളാണ് മേഖലയെ വീണ്ടും യുദ്ധക്കളമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരം ഇറാൻ അനുവദിച്ചില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമായി പുനരാരംഭിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അമേരിക്കയാണ് മുൻപ് ഒപ്പുവെച്ച സമാധാന കരാറിലെ നിബന്ധനകൾ ലംഘിച്ച് പ്രകോപനപരമായ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടതെന്നും ഇറാൻ കുറ്റപ്പെടുത്തുന്നു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഒരു അന്താരാഷ്ട്ര ചരക്ക് കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് അമേരിക്ക നേരിട്ട് രംഗത്തിറങ്ങി ശക്തമായ തിരിച്ചടി നൽകിയത്. ഇറാന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ വ്യോമാക്രമണം. അതിരൂക്ഷിതമായ കനത്ത ആക്രമണങ്ങൾക്കൊടുവിൽ ഖത്തർ മധ്യസ്ഥത വഹിക്കുന്ന നാളത്തെ ചർച്ചകൾക്ക് ലോകം ഉറ്റുനോക്കുകയാണ്. താൽക്കാലികമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ വെടിനിർത്തൽ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനത്തിന് വഴി തുറക്കുമോ അതോ താൽക്കാലികമായ ഒരു യുദ്ധവിരാമം മാത്രമായി ഒതുങ്ങുമോ എന്ന് നാളത്തെ ഉച്ചകോടിയോടെ വ്യക്തമാകും.